ഹായ്, ഞാൻ താമസിക്കുന്നത് UK സെന്റ് ഹെലൻസിലാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം നല്ല തണുപ്പുണ്ട്, അത്യാവശ്യത്തിന് വെയിലുണ്ട്. ഒരു ഉച്ച 12:36 അപ്പോൾ ഈ രണ്ടും കൂടിയുള്ളൊരു കാലാവസ്ഥയില്ലേ, ഇത് തന്നെ ഇവിടെയുള്ള മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ മനസ്സിൽ സ്റ്റുഡൻസിൻ്റെ ഒരു കെയർ റൂം വിസ റിന്യൂവൽ കാത്തിരിക്കുന്ന ആളുകളുടെ. കാരണം പഠിച്ച കോഴ്സ് തന്നെ അതിൽ തന്നെ ഒരു ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് കോഴ്സ് എടുത്ത ഒരുപാട് സുഹൃത്തുക്കൾ തിരിച്ചു പോവാം. കാരണം അവർക്കൊന്നും ഒരിടത്തും കിട്ടാനൊരു വകുപ്പില്ല. കാരണം എല്ലായിടത്തും സാലറി അവർ കൂട്ടി. സോ അതിനൊരു മാർഗമില്ല. അതേപോലെ തന്നെ കെയർ ഹോം വിസ അന്ന് എന്തോ തോന്നി, എങ്ങനെയെങ്കിലും ഒരു വിസ വേണം എന്ന് തോന്നി. PSW വേണ്ട, പഠിച്ചത് എന്തെങ്കിലും ആവട്ടെ, ഒരു വിസ മതി, ജോലി മതി, ഫാമിലിയായിട്ട് നിന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ വിസ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ റിന്യൂവൽ വരാൻ പോകും. 2028 കഴിഞ്ഞാൽ റിന്യൂവൽ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ ടെൻഷൻ. UK ഇപ്പോൾ മൊത്തത്തിൽ ടെൻഷനാണ്. എവിടെ തിരിഞ്ഞാലും ടെൻഷൻ, ആരോട് ചോദിച്ചാലും ടെൻഷൻ, തലയ്ക്ക് ഭ്രാന്താണ്. ഏറ്റവും കഷ്ടം വിസ എടുത്ത ആൾക്കാരല്ല, ഒരു സ്റ്റുഡൻസ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പഠിച്ച് PSW കഴിഞ്ഞ് സ്വന്തം ജോലി, അത് സ്വന്തം പഠിച്ച ഫീൽഡിൽ ജോലി കണ്ടെത്താം എന്ന് വിചാരിച്ച സ്റ്റുഡൻസ് ആണ് തിരിച്ചു പോകേണ്ടി വരുന്നത്. അത് മാത്രമാണ് ഏറ്റവും വലിയ കെയർ ഹോം വിസ എന്ന് പറയുമ്പോൾ ഓക്കെ, ഓൾറെഡി വിസയിലുണ്ട്, അല്ലെങ്കിൽ അത് റിന്യൂവൽ ചെയ്യോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ മാത്രം അടിച്ചാൽ മതി. മറ്റേത് അങ്ങനെയല്ല. സോ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ നാട്ടിൽ തിരിച്ചു പോകുന്നുണ്ട്. അവർക്കൊക്കെ ആരും പേടിക്കണ്ട, ഞാനും എല്ലാവരും തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നാട്ടിൽ ചെന്നും നല്ലൊരു ജോബ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിസ എടുത്ത ആൾക്കാർ അവരും റിന്യൂവൽ കിട്ടിയില്ലെങ്കിൽ അവരും തിരിച്ച് നാട്ടിലോട്ട് പോകണം. വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ആരും ദുഃഖിച്ചു തിരിക്കൊന്നും വേണ്ട. ഉള്ള സമയം UK കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് ചില്ലായിട്ടിരിക്കുക. കുറേ കാശുണ്ടാക്കുക, കുറേ പണിയെടുക്കുക, കുറേ കാശുണ്ടാക്കിയിട്ട് നാട്ടിൽ പോയി നല്ല അന്തസ്സായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. ഇതിപ്പോൾ ഇനി കെയർ ഹോം വിസ റിന്യൂ ചെയ്ത് കിട്ടാത്തവർ ആരായാലും അത് ചെയ്യുക. അല്ലാതെ വേറെ മാർഗമില്ല. ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല ഉണ്ണി, ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നല്ല ദുഃഖമുണ്ട്, ഞാൻ ഇതിനകത്ത് പെടുന്ന ഒരാളാണ്. പക്ഷെ വേറെ മാർഗമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനി ഇങ്ങനെ ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ. ഉള്ള സമയം നല്ല ബ്ലാസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ പറയുക, തിരിച്ചു പോവുക. ബൈ.